ഹായ്, എൻ്റെ പേര് ഡോക്ടർ അനീഷ് മോഹൻ. ചെർപ്പളശ്ശേരിയാണ് സ്ഥലം. ഇവിടെ ഹോമിയോപ്പതി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെൻ്റെ വീട് മെഗമൽഹാർ. ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലത്തോളമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഒരു വളരെ ഏതൊരു വ്യക്തിയുടെയും വലിയൊരു സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. കുറച്ച് കൊല്ലം മുൻപാണ് നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു വീട് വെക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനടുത്ത് തന്നെ ഒരു വീട് വെക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായത്. അങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ വളരെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എൻ്റെ ബാച്ച്മേറ്റ് കൂടിയായിട്ടുള്ള ശരത് മോഹൻ, അദ്ദേഹത്തിൻ്റെ ഫേമായിട്ടുള്ള ടി സ്ക്വയർ ആർക്കിടെക്ട്സ് അവരെ സമീപിച്ചത്. വളരെ ഈസി ആയിരുന്നു ഞങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. കാരണം തമ്മിൽ അറിയുന്ന ആൾക്കാർ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐഡിയകൾ ശരത്തുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ഞാനും വൈഫും തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പം അദ്ദേഹം അതിന് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു പ്ലാന് ശരിയാക്കി തരികയാണ് ചെയ്തത്. കുറച്ചൊരു കണ്ടംപററി സ്റ്റൈലായിട്ടുള്ള എല്ലാവരും ബോക്സ് ടൈപ്പായിട്ടുള്ളൊരു വീടാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ശരത്ത് തന്നെയാണ് നമ്മൾക്ക്. അപ്പോൾ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം തന്നെയാണ് നമുക്ക് ഗ്ലെന്നേർത്തിലെ മിസ്റ്റർ നസീഫ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു സത്യത്തിലുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ച സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷനായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായത്. അപ്പോൾ പിന്നെ തത്വത്തിൽ വേറെ ഒരാളെയും ഞങ്ങൾ ആലോചിച്ചില്ല. നസീഫിൻ്റെ ഫേമിന് ഗ്ലെന്നേർത്തിന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം നോക്കി നടക്കുക എന്ന ഒരു വീടുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ സമയം തന്നെയാണ്. അപ്പോൾ ലേബേഴ്സിനെ നോക്കുക, അതിലേക്കുള്ള മെറ്റീരിയൽസ് എത്തിക്കുക, അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും സമയം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആർക്കിടെക്ട് ടീമിനെയായാലും എഞ്ചിനീയറിംഗ് ടീമിനെയായാലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സമയം ഒരു പ്രശ്നം തന്നെയാണ്, കംപ്ലീറ്റായിട്ട് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് എന്നുള്ളൊരു വാക്കിന് പുറത്താണ് ഗ്ലെന്നേർത്തിനെ ഈ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചത്. പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ തീരുമാനം വളരെ ശരിയായിരുന്നു വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു എക്സിക്യൂഷൻ നമ്മൾ സമീപിച്ചത് ഗ്ലെന്നേർത്തിനെ മാത്രമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം അഭിപ്രായങ്ങൾ, നമ്മളൊരു വീട് പണി തുടങ്ങുന്ന സമയത്ത് സാധാരണ ഇതിലൊരു മനുഷ്യൻ്റെ ഒരു ആയുസ്സിലൊരു വീടാണ് വയ്ക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രീം പ്രോജക്റ്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ധാരാളം അഭിപ്രായങ്ങൾ പുറത്തുനിന്നാണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിംഗ് ഫേമിലേക്ക് നമ്മളത് എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത്, കാരണം ഒരുപാട് ഫണ്ട് നമുക്ക് ലോസ് വരും, പിന്നെ കറക്റ്റായിട്ട് നോക്കി നടത്തിയില്ലെങ്കിൽ അവിടെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം അവർ തോന്നുന്ന പോലെ ചെയ്യും എന്നുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ വരികയുണ്ടായി. എന്നാൽ പോലും നേരത്തെ പറഞ്ഞത് കണക്കെ നമ്മൾ ആ ഫേമിനെ, നമ്മൾ ഗ്ലെന്നേർത്തിനെയും മിസ്റ്റർ നസീഫിനെയും വളരെ വിശ്വാസത്തിലെടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ പ്രോജക്റ്റ് ഏൽപ്പിച്ച് അവർ ആ വിശ്വാസം വളരെ കൃത്യമായിട്ട് കാക്കുകയും അത് നല്ല രീതിയിൽ നമുക്ക് താക്കോൽ കൈമാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. വളരെയധികം കമ്മ്യൂണിക്കേറ്റീവായിരുന്നു, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം, പിന്നെ നമുക്ക് നല്ലൊരു റാപ്പോ അവരുമായിട്ട് നമുക്ക് എന്തുണ്ടെങ്കിലും പറയാം, നമുക്കൊരു സജഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ അതിൽ അവർ വളരെ പ്രൊഫഷണൽസ് ആയിരുന്നു. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയേണ്ട ഒരു കാര്യം. വളരെ പ്രൊഫഷണൽസ് ആയിരുന്നു, വളരെ ലേൺ പേഴ്സൺസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ പ്രൊഫഷണലിസം അവരുടെ വാക്കുകളിലാണെങ്കിലും ചെയ്തിയിലാണെങ്കിലും വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. സോ ഓൾ ടുഗെദർ നോക്കുന്ന സമയത്ത് ആ വീട് 1 വർഷവും 3 മാസത്തോളമാണ് ഞങ്ങൾക്ക് ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എടുത്ത സമയം. അപ്പോൾ ആ സമയത്തെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വളരെ പ്രൊഫഷണലായിട്ടുള്ള അഡ്വൈസസ് ഞങ്ങൾക്ക് തന്നു. പലപ്പോഴും നമ്മുടെ പ്രൊഫഷന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും ചെയ്തു തരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു അവസാന വാക്കായിട്ട് എനിക്ക് ഗ്ലെന്നേർത്തിനെ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു വ്യക്തിയും ഒരു വീട് അത്തരത്തിലുള്ള സ്വപ്നത്തിലേക്ക് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ടീമിനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലെന്നേർത്തിനെ നിങ്ങൾക്ക് സമീപിക്കും.